ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. परमेश्वर के पवित्र नाम की महिमा हो। നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നൽകുന്ന ദൈവം സഹായിച്ചു. हमें एक साथ इस प्रकार आने के लिए सर्वशक्तिमान परमेश्वर ने मदद किया। വളരെ സന്തോഷം. എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ കൂടി കാണാൻ കർത്താവ് അനുവദിച്ചു. काफी खुशी है कि आप सब लोगों से एक और बार मिलने के लिए प्रभु ने अवसर दिया। കഴിഞ്ഞ പോയ ദിവസങ്ങളെല്ലാം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയെല്ലാം വളരെ ശക്തമേറിയ നിലയിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചു. और पिछले बीते हुए हर एक दिनों में परमेश्वर ने बड़े सामर्थ्य रूप से हमसे बात किया। ഇന്ന് ഞാനിങ്ങനെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു कल रात को പങ്കുവെക്കാനുള്ള ദൈവത്തിന്റെ ഒരു ആലോചനയ്ക്ക് വേണ്ടി. कल रात को मैं प्रार्थना कर रहा था कि आज सुबह कौन सा वचन है जो परमेश्वर के लोगों के साथ बांटना है। ദൈവത്തിന്റെ മക്കള് വളരെ ദൈവത്തിന്റെ വലിയ പ്രതീക്ഷയോട് കൂടെ ആയിരിക്കും. परमेश्वर के लोग बड़ी उम्मीद के साथ हाँ परमेश्वर के उपस्थिति में बैठे रहे। നിങ്ങള് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം. आप लोग परमेश्वर की स्तुति करते रहे। അപ്പോസ്തല പ്രവൃത്തികൾക്കകത്താണ് ദൈവമക്കളുമായി ഒരു ആലോചന പങ്കുവെക്കാൻ പോകുന്നത്. प्रेरितों के काम में से एक वचन हालेलुया आप लोगों के साथ मैं बांटना चाहूंगा। അതിന്റെ 28ാം അധ്യായം നിങ്ങൾക്ക് സുപരിചിതമായ ഒരു അധ്യായമാണ്. उसका 28वां अध्याय आप लोगों के लिए काफी परिचित एक अध्याय है। അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് उसका पहला और दूसरा पद हम यहाँ पढ़ेंगे। जब हम बच निकले तो पता चला कि यह द्वीप माल्टा कहलाता है। आमेन. वहां के निवासियों ने हम पर अनोखी कृपा की, क्योंकि मेघ बरसने के कारण ठंड थी, इसलिए उन्होंने आग सुलगाकर हम सबको ठहराया। ആമേൻ. मैं രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേര് മാൾട്ട എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. देखो वहां से बचने के बाद उन्हें पता चला कि वो माल्टा द्वीप था। രക്ഷപ്പെട്ട ശേഷം എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചത്. वहां पर एक शब्द का इस्तेमाल हुआ है कि हाँ जब हम बच निकले। അപ്പോൾ രക്ഷപ്പെട്ടത് എവിടെ നിന്നാണെന്ന് അതിന്റെ 27ാം വാക്യത്തിലുണ്ട്. 27वें अध्याय में हम देख सकते हैं कि कहां से वे लोग बच निकले हैं। ഇയാള് പൗലോസും തന്റെ കൂടെയുള്ളവരെല്ലാം റോമിലേക്കുള്ള ഒരു യാത്രയിലായി. और पौलुस और उसके साथ के जितने लोग थे सब लोग रोम की ओर सफर कर रहे थे। പക്ഷെ അവർ പ്രതീക്ഷിക്കാതെ രാത്രി ഭയങ്കര കൊടുങ്കാറ്റാണ് അടിച്ചു. मगर उन्होंने कभी उम्मीद नहीं किया था एक बड़ी आंधी तूफान रात के वक्त उनके हालेलुया जहाज में आ पड़े। പക്ഷേ അവിടെ വലിയ പ്രതികൂലങ്ങൾ അവർ നേരിട്ടു. और काफी प्रतिकूल अनुभवों का उन्होंने हालेलुया सामना किया। അതായത് കപ്പൽ വിടുമ്പോൾ പോലും അവർക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു മാൾട്ടയിൽ അവർ പറഞ്ഞു. और जब वो जहाज अपने हालेलुया बंदरगाह से जब निकल रहे थे उस समय भी उनके मन में कोई इच्छा नहीं थी कि वो माल्टा में जाएंगे। അവരുടെ ലക്ഷ്യവും അവര് നാവിഗേഷൻ എല്ലാം വെച്ചതെല്ലാം അവര് വെച്ചത് റോമിലേക്കുള്ള ഒരു ഇതിലായിരുന്നു. क्योंकि उनका लक्ष्य जो था उन्होंने जो नेविगेशन लगा रखा था वो रोम की ओर के लिए था प्रियो। അതിലേക്ക് സുഖമായിട്ട് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. और काफी सुखपूर्वक वो यात्रा उस ओर कर रहे थे। പക്ഷേ 14ാമത്തെ രാത്രി मगर 14वीं रात में അസാധാരണമായിരിക്കുന്ന ഒരു കൊടുങ്കാറ്റ് അവിടെ ആഞ്ഞടിച്ചു. एक असाधारण हालेलुया आंधी तूफान आते हुए हम देख सकते हैं। സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ട് ദിവസങ്ങളായിരിക്കുന്ന ഒരു ദിവസം ഉണ്ടായി. और ऐसा समय था जब अनेकों दिनों से सूर्य चांद हालेलुया और कोई रोशनी उन्हें दिखाई नहीं दे रही थी। കപ്പലിന്റെ കനം കുറയ്ക്കാൻ ആഹാര സാധനങ്ങളെല്ലാം എടുത്തവർ വെളിയിൽ കളഞ്ഞു. जहाज का बोझ हल्का करने के लिए जो कुछ खाने के लिए उन्होंने सामान रखा था वो सब उठा के समुद्र में फेंक दिया। അങ്ങനെ അവരെല്ലാം പട്ടിണിയായ ദിവസം. इस प्रकार ऐसा दिन आया जब वे सब लोग भूखे हो गए। പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത ഒരു മാൾട്ടയ്ക്ക് നേരെ കപ്പൽ മാറാൻ തുടങ്ങി. मगर उन्होंने कभी उम्मीद नहीं किया था उस माल्टा की और उनकी जहाज मुड़ने लगी। അതാണ് ദൈവമക്കളെ, ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളെ പ്ലാനിലില്ലാത്ത ചിലതിലേക്ക് ദൈവം നമ്മളെ കൊണ്ട് കയറ്റും. देखो हमारे जीवन में जब प्रतिकूल अनुभव आते हैं प्रियो तो हमारा भी प्लान नहीं होगा, ऐसे जगहों में परमेश्वर हमें पहुंचा देगा। 27ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം ശരിക്കും പൗലോസ് എന്ന് പറയുന്ന പ്രവാചകൻ അല്ലെങ്കിൽ അപ്പോസ്തലൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ മറികടന്നൊരു യാത്രയായിരുന്നു 27ാം യാത്ര, 27ാം അധ്യായത്തിലെ യാത്ര. 27वें अध्याय में जो सफर ये लोग कर रहे हैं, अब परमेश्वर के दास भविष्यवक्ता या प्रेरित पौलुस के बातों का उल्लंघन करते हुए उन्होंने यात्रा शुरू करी थी। പക്ഷേ എങ്കിൽ പോലും അതിനെ മറ്റൊരു ദൂതാക്കി ഇന്ന് നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. उसके बावजूद भी एक दूसरे संदेश के समान एक नए हालेलुया वाणी के समान मैं आज आप लोगों को बताना चाहूंगा। കപ്പൽ അത് നിയന്ത്രിക്കുന്ന ആളുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി. देखो हालेलुया इस जहाज का नियंत्रण उस जहाज को नियंत्रण करने वाले व्यक्ति के हाथ से चला गया। അതിന്റെ കപ്പൽ ഉടമയ്ക്കോ അതിൽ യാത്ര ചെയ്യുന്നവർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കപ്പൽ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയി.
देखो उस जहाज का जो मालिक है या फिर उस जहाज में यात्रा करने वाले लोगों के हाथों से, सब लोगों के हाथों से वो नियंत्रण चला गया। ഇന്ന് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, आज दुनिया के विभिन्न भागों से मुझे सुनने वाले परमेश्वर के लोगों, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പോയെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അവിടെ ചില ദൈവപ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. क्या आप लोग सोच रहे हैं कि मेरा परिवार, मेरा जीवन, हालेलुया, सब कुछ हालेलुया हमारे नियंत्रण से दूर हट चुका है? ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളുള്ള കപ്പല്, അതിന്റെ നിയന്ത്രണം പരിശുദ്ധ ദൈവം ഏറ്റെടുത്തു. और परमेश्वर के लोग जिस जहाज में थे, उस जहाज का नियंत्रण परमेश्वर ने अपने हाथों में लिया। ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഈ ദിവസങ്ങളിൽ കർത്താവ് ചില നിയന്ത്രണങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. इन दिनों में आप अपने घर में प्रार्थना करने वाले व्यक्ति हैं, आपके परिवार का नियंत्रण परमेश्वर अपने हाथों में लेने जा रहा है। ആ കപ്പൽ ഉടമയുണ്ട്, കപ്പൽ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്, കുറ്റവാളികളുണ്ട്. പക്ഷേ അതിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസുണ്ട്. देखो वहां पर उस जहाज का मालिक है, जहाज का नियंत्रण करने वाला व्यक्ति है, और काफी लोग हैं, कैदी हैं, मगर उसके बीच में पौलुस भी है। നിയന്ത്രണം മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോയി. नियंत्रण वहां पर हम देख सकते हैं मनुष्य के हाथ से चला गया। നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, കുടുംബമാകട്ടെ, നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? क्या आपको हालेलुया आपके व्यक्तिगत जीवन का हो, पारिवारिक जीवन का हो, आपको ऐसा लगता है कि आपका नियंत्रण आपके हाथों से जा चुका है? നിങ്ങൾ വിശ്വസിക്കണം. आप लोग विश्वास करें। നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, यदि आप प्रार्थना करने वाले व्यक्ति हैं, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, आपके परिवार में आप यदि प्रार्थना करने वाले व्यक्ति हैं, ആ നിയന്ത്രണം മറ്റൊരാളെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. देखो आपके जीवन का नियंत्रण एक दूसरे व्यक्ति ने लिया हुआ है, वो और कोई नहीं, स्वर्ग का परमेश्वर ही है। കപ്പൽ നിയന്ത്രിക്കുന്ന ആളുടെ ലക്ഷ്യത്തിലില്ലാത്ത, കപ്പൽ ഉടമയുടെ ലക്ഷ്യത്തിലില്ലാത്ത, അല്ലെങ്കിൽ പൗലോസിന്റെ പ്ലാനിലില്ലാത്ത ഒരു ദേശത്തിലേക്ക് ആ കപ്പലിനെ ദൈവം തിരിച്ചുവിട്ടു. देखो उस जहाज को नियंत्रण करने वाले व्यक्ति के लक्ष्य में जो नहीं था, या फिर उस जहाज के मालिक के लक्ष्य में जो नहीं था, या फिर पौलुस के प्लान में भी जो नहीं था, ऐसे एक देश की ओर परमेश्वर ने उस जहाज को मोड़ दिया। ഇവരുടെ പ്ലാനിൽ ഒരു സ്ഥലമുള്ളായിരുന്നു, റോം. इन लोगों के प्लान में केवल एक ही लक्ष्य था, वो था रोम। ഈ ദിവസങ്ങളിൽ നിന്റെ ചില ലക്ഷ്യങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ ചില പദ്ധതിയിലേക്ക് നിന്റെ ലൈഫിനെ, നിന്റെ കുടുംബത്തിന്റെ ഫ്യൂച്ചറിനെ തിരിച്ചുവിടുന്ന ചില സമയങ്ങളായി ഇതിനെ നീ കാണുക. और इन दिनों में हालेलुया आप अपने जीवन के लक्ष्यों में से परमेश्वर हालेलुया अपने लक्ष्यों की ओर मोड़ते हुए अनुभव के समान आप इन दिनों में जाने। ദിവസങ്ങളിൽ എല്ലാ പ്രതികൂലത്തെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കും മുമ്പ്, और इन दिनों में हर एक प्रतिकूल अवस्थाओं को डांटने से पहले ദൈവത്തിന്റെ ചില പദ്ധതികളെ തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. परमेश्वर की योजनाओं को समझने वाले प्रभु के लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ। ഈ ദിവസങ്ങളിൽ ചില പ്രതികൂലങ്ങൾ, എല്ലാ പ്രതികൂലങ്ങളും നിന്നെ തകർക്കാനല്ല, और इन दिनों में आपके विरोध आई हुई हर एक प्रतिकूल अनुभव जो है वो आपको नाश करने के लिए नहीं है प्रियो। എല്ലാ പ്രതികൂലങ്ങളും നിന്നെ നശിപ്പിക്കാനല്ല, हर एक प्रतिकूल अनुभव आपको गिराने के लिए नहीं है प्रियो। എല്ലാ പ്രതികൂലങ്ങളും എല്ലാ പ്രതികൂലങ്ങളും പൈശാചികന്റെ ഭാഗത്തു നിന്നല്ല. और हर एक प्रतिकूल अनुभव जो है वो शैतान की ओर से नहीं है प्रियो। ചിലത് നിന്റെ മേൽ വരാൻ ദൈവം അനുവദിക്കാൻ കാരണം, कभी कभार हालेलुया जो कुछ बातों को परमेश्वर आपके जीवन में अनुमति इसलिए देता है, നീ കണ്ടിട്ടില്ലാത്ത, നിന്റെ പദ്ധതിയിലില്ലാത്ത ഒരു പ്ലാനിലേക്ക് നിന്റെ ജീവിതത്തെ കർത്താവ് തിരിച്ചുവിടാൻ പോവുകയാണ്. ताकि आपकी प्लान्स में या आपकी योजना में जो चीजें नहीं है उस प्लान की ओर परमेश्वर आपको मोड़ना चाहते हैं। വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചും തുടങ്ങിയാണ്. यस, विश्वास करने वाले परमेश्वर के लोग आप प्रार्थना करना शुरू करें। ഞാനിത് കാണുമ്പോൾ, ഞാനിത് പറയുമ്പോൾ ഞാൻ ചില കുടുംബങ്ങളെ കണ്ടോണ്ടാ പറയുന്നത്, ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ നിങ്ങളുടെ പ്ലാനിലില്ലാത്ത ചില വിഷയത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുപോകും. और कुछ व्यक्तियों को हालेलुया, कुछ परिवारों को हालेलुया आत्मा में देखते हुए मैं बोल रहा हूं कि परमेश्वर आपको अपनी योजनाओं की ओर, जो योजना आपके प्लान में नहीं है उसकी ओर प्रभु आपको ले जा रहा है। ഇവരെ നമ്മുടെ സിറ്റുവേഷൻ എന്തു ആയിക്കോട്ടെ, प्रियो हमारी सिचुएशन, हमारी परिस्थितियां जो कुछ भी क्यों ना हो, നാം ഉറച്ചു നിൽക്കുന്നത് പോലെയാണ് സാഹചര്യം നമുക്ക് അനുകൂലവും പ്രതികൂലമാകുന്നത്. देखो हम जिस प्रकार दृढ़ता के साथ खड़े हैं उसके आधार पर ही हालेलुया वो अनुकूल प्रतिकूल होता है। ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ചൂടുവെള്ളം കൊണ്ടാണ് നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഉടയ്ക്കുന്നത്. और हम जानते हैं मिट्टी से जो आलू हम उखाड़ते हैं, जो उठाते हैं, उस आलू को गर्म पानी में हम उसको तोड़ते हैं। കാര്യം നല്ല ഹാർഡായിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ആലു അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്. क्योंकि ये आलू जो है काफी मजबूत एक वस्तु है, പക്ഷെ അതിനെ ചൂടുവെള്ളം കൊണ്ടാണ് നമ്മൾ ഉടച്ചു കളയുന്നത്. मगर उसको क्या करते हैं, हम गर्म पानी में डालकर उसको नरम करते हैं। പക്ഷേ മുട്ട അതിനേക്കാളും സോഫ്റ്റ് ആയ ഒരു കാര്യമാണ്.
मगर हालेलुया अंडा जो है उससे भी काफी नरम या बहुत ही हल्का एक वस्तु है, പക്ഷെ അതിനെ ചൂടുവെള്ളം കൊണ്ടാണ് അതിനെ ഹാർഡാക്കുന്നത്. मगर उसी गर्म पानी से उस हल्के वस्तु को हम मजबूत भी करते हैं। നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചൂടുവെള്ളം കൊണ്ടാണ് രണ്ട് കാര്യം നടക്കുന്നത്. देखो एक ही गर्म पानी में दो दो अलग अलग काम हो रहे हैं। അർത്ഥം നിന്റെ പ്രതികൂലത്തിന്റെ അകത്ത് നീ ആരിലാണോ വിശ്വസിക്കുന്നത് അതനുസരിച്ച് നിന്റെ ജീവിതം മാറുന്നു. इसका मतलब है आपकी प्रतिकूल अनुभव में आप किस पर भरोसा रखते हो उसके अनुसार आपके जीवन में काम होता है। നിന്റെ ജീവിതത്തിന്റെ ചൂടേറിയ പ്രശ്നത്തിന്റെ അകത്ത് നീ ഒരു ഉരുളക്കിഴങ്ങ് പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രൈസ്റ്റുമായിട്ട് വേണ്ടത്ര ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നീ ഉടഞ്ഞു പോകും. देखो हालेलुया उस आलू के समान यदि उस गर्म पानी में जब डाल दिया जाता है आप बहुत ही उस कच्चे अनुभव में या फिर नरम अनुभव में हो जाओगे, या फिर अगर इसका मतलब है अगर आप मसीह के साथ आपका संबंध नहीं है तो आपके प्रतिकूल अनुभव में आप टूट सकते हो। പക്ഷെ നിന്റെ പേര് കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും യേശു ക്രിസ്തുവിൽ ഉറച്ചൊരു വ്യക്തിയാണെങ്കിൽ നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം നിന്നെ ശക്തനാക്കാൻ പോവുകയാണ്. या फिर हालेलुया आप केवल नाम में ही नहीं मगर आप पूरे हृदय से पूरे विश्वास के साथ उस परमेश्वर पर भरोसा रखते हैं, उस प्रभु में आप बने रहते हो तो आपके मुश्किल अवस्थाओं में भी परमेश्वर आपको मजबूत बना सकता है। ഹല്ലേലൂയ. ചൂടുവെള്ളം എല്ലാം നമുക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. और ये जो बातें मैंने बताई है आप अच्छे से सब जानते हो, പക്ഷെ ഒന്നുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. मगर देखो मैं कहना चाहता हूं एक ही चीज से बहुत सारी बातें हो रही है। ഈ ദിവസങ്ങളിൽ നിന്റെ പ്രതികൂലങ്ങൾ നിന്നെ ശക്തനാക്കി മാറ്റട്ടെ. इन दिनों में आपके जीवन में जो प्रतिकूल अनुभव है मसीह में आपको और सामर्थ्य वो बनाने पाए। അവർ റോമിലേക്ക് പോയവർ, പക്ഷെ അവരുടെ പ്ലാനിലില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ദൈവം അയച്ചു. देखो वे लोग रोम की ओर निकले थे मगर उनकी योजना में जो जगह नहीं थी उस जगह में उनको परमेश्वर ने पहुंचा दिया। ബൈബിൾ പറയുന്നു ഹല്ലേലൂയ അവര് പലരും അതിന്റെ 43-ാം വാക്യം പറയുന്നു, നീന്തുവാൻ കഴിയുന്നവരെല്ലാം ആദ്യം ചാടി കരക്കെത്തി. उसके 43वें पद में इस प्रकार लिखा है कि जो लोग तैरना जानते थे सब लोग हालेलुया पानी में कूदकर वो तैर कर किनारों में पहुंच गए। ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ചിലരുണ്ട്, നീന്താൻ അറിയാവുന്നവരുണ്ട്. देखो कुछ लोग हैं जो लोग हालेलुया तैरना जानते हैं, അവര് പ്രാർത്ഥിച്ചും ഉപവസിച്ചും പല രീതിയിൽ ചില വിഷയങ്ങൾ പ്രാപിച്ചെടുക്കാൻ കഴിവുള്ളവരുണ്ട്. और ऐसे लोग हैं जो लोग प्रार्थना करके उपवास करके अनेक विषयों को परमेश्वर से हासिल कर सकते हैं। അവര് വലിയ പ്രതികൂല സാഹചര്യത്തിലായിരിക്കാം. वे लोग प्रतिकूल अवस्था में भी होंगे, കണ്ടോ, നീന്താൻ അറിയുന്നവർ കടലിൽ ചാടി. मगर जो लोग तैरना जानते थे वो पहले ही समुद्र में कूद गए അവർ നീന്തി മാൾട്ടയിൽ കയറി. और उन्होंने तैर कर वो माल्टा देश में पहुंच गए। അങ്ങനെയാ ചിലർക്ക് നീന്താൻ അറിയാം, कुछ लोग तैरना जानते हैं, ചിലർക്ക് ഉപവസിക്കാൻ അറിയാം, ചിലർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, ചിലർക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിഷയങ്ങൾ പ്രാപിക്കാൻ അറിയാം. कुछ लोग उपवास करना जानते हैं, प्रार्थना करना जानते हैं, अनेकों घंटे प्रार्थना करके परमेश्वर के हाथों से उन उत्तरों को या विषयों के हालेलुया उत्तर को लेना वो जानते हैं। അവർക്ക് മറ്റാരുടെയും സഹായം വേണ്ട. उनको और किसी की सहायता की जरूरत भी नहीं है। ഏത് പ്രതികൂലത്തിന്റെ തിരമാലകളെ നീന്തിക്കടന്നവർ ലക്ഷ്യത്തിൽ എത്തുന്നവരാണ്. वे लोग कितने भी प्रतिकूल के हालेलुया लहरें क्यों ना हो मगर उनको तैरते हुए वो पार के अपने लक्ष्य में पहुंच जाते हैं। 44-ാമത്തെ വാക്യത്തിൽ ചിലരുണ്ട്, 44वें पद में कुछ लोग ऐसे हम देख सकते हैं, അവർക്ക് നീന്തലുകൾ അറിയാത്തവരാ, वे लोग तैरना नहीं जानते, അവർക്ക് കടലിൽ വലിയ പരിചയങ്ങളില്ലാത്തവരാ. समुद्र में उनका कोई अनुभव भी नहीं होगा। അവരോട് പറഞ്ഞു, പലകയുടെ മേലും കപ്പലിന്റെ മുറിഞ്ഞുപോയ ഓരോ ഖണ്ഡങ്ങളിലും മേലും നിങ്ങൾ അതിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ കരക്കെത്തുവാൻ അവർ ആവശ്യപ്പെട്ടു. देखो उन्होंने उनसे कहा कि आप लोग हालेलुया अगर कोई फट्टा आपके हाथ में लगे उसको पकड़ के या जहाज का कोई भी अन्य वस्तु के सहारे आप समुद्र के किनारे पहुंचने के लिए उनसे कहा गया। ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൽ നീന്താൻ അറിയുന്നവർ, പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ കഴിയുന്നവർ, ഉപവസിച്ച് പ്രാപിക്കാൻ കഴിയുന്നവർ പലരും അവർ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഇതൊന്നും അറിയാത്ത ചില കൂട്ടർ പ്രതികൂലത്തിൽ നിൽപ്പുണ്ട്. देखो इन दिनों में जो लोग उपवास करना जानते हैं, प्रार्थना करना जानते हैं, प्रार्थना करके अपने लक्ष्य में पहुंचना जानते हैं, मगर ऐसे भी कुछ झुंड लोग हैं जो लोग ये सब करना नहीं जानते। അവർ കാറ്റത്തോടെ ഇങ്ങനെ കൊടുങ്കാറ്റിൽ കറങ്ങുക. वे लोग उस आंधी तूफानों में घूम रहे हैं, അവർക്ക് ഈ പ്രതികൂലത്തെ ജയിക്കാൻ അറിയത്തില്ല. वे लोग इस प्रतिकूल अनुभव को जीतना नहीं जानते। പക്ഷെ അവർ വിളിച്ചു പറഞ്ഞു, കപ്പലിന്റെ പലകയിലേലും പിടിച്ച് നിങ്ങൾ അക്കരെ കിടക്ക്. मगर उन लोगों ने हालेलुया ऊंची आवाजों में शब्द हालेलुया उनसे बोला कि जहाज के फट्टों को पकड़कर आप वहां पर आ जाओ। ഈ ദിവസങ്ങളിൽ നീന്തി പലരും കരക്കെത്തിയപ്പോ अनेक लोग तैर कर जब किनारे में पहुंचे हैं, നീന്താൻ പോലും അറിയാതെ, പ്രാർത്ഥിക്കാൻ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പോലും അറിയാതെ, ഉപവസിക്കാൻ പോലും അറിയാതെ, എങ്ങനെ ദൈവത്തിന്റെ വിഷയങ്ങൾ പ്രാപിച്ചെടുക്കുന്ന പോലും അറിയാതെ
വിഷമിച്ച് നിൽക്കുന്ന ചിലരും ഈ പ്രയർ ഗ്രൂപ്പിന്റെ അകത്തുണ്ട് കേട്ടോ. मगर आज ऐसे भी कुछ लोग इस प्रेयर लाइन में जुड़े हुए हैं, जो लोग तैरना नहीं जानते या फिर प्रार्थना करना, उपवास करना नहीं जानते, परमेश्वर से कैसे उत्तरों को पा सकते हैं, इन विषयों को नहीं जानते हैं। ऐसे लोग भी आज हमें सुन रहे हैं। ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഫേവറുള്ള നീ അല്ല ഈ കടലിൽ മുങ്ങി മരിക്കത്തില്ല. मगर आप लोगों के ऊपर जो परमेश्वर का फेवर है प्रियो, आप इस समुद्र में डूबकर नाश नहीं होंगे। നിനക്ക് രക്ഷപ്പെടാൻ ഒരു പലക കഷ്ണം മതി എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. परमेश्वर का वचन कहता है कि आपको बचने के लिए एक फट्टा काफी है। ഒരു വാക്തത്വം മതി നിനക്ക് പിടിച്ചു കിടന്ന് അക്കരെ എത്താൻ. देखो, केवल एक वायदा आपके लिए काफी है कि आप उस किनारे पहुंच सकते हो। നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ ജ്ഞാനമുള്ളവർ പ്രതികൂലങ്ങളെ നീന്തിക്കടന്ന് അക്കരെ എത്തിയപ്പോൾ പക്ഷെ ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരിക്കും നീ. പക്ഷേ നിനക്കൊരു വാക്തത്വം മതി, വാക്തത്വത്തിന്റെ പലക കഷ്ണം മതി നിനക്ക് അക്കരെ എത്താൻ. देखो, हमसे भी ज्ञानी लोग, हमसे भी हालेलुया आत्मिक तौर से आगे रहने वाले लोग उस किनारे जब पहुंच गए हैं, मगर आपके लिए हालेलुया जो आप कुछ भी नहीं जानते हैं, केवल एक फट्टा काफी है, आप भी उस किनारे पहुंच सकते हो प्रियो। പ്രതികൂല സാഹചര്യങ്ങളുടെ യാത്ര ചെയ്യുന്നവർ, प्रतिकूल अनुभव में से होकर जो लोग गुजर रहे हैं, ദൈവത്തിന്റെ പദ്ധതിപ്പെട്ട ഒന്നും നിന്റെ മുന്നിലുണ്ട്. परमेश्वर की योजना में एक चीज आपके आगे है, പക്ഷെ നിനക്ക് അതിൽ പ്രവേശിക്കാൻ അറിയത്തില്ല. मगर आप उसमें प्रवेश करना नहीं जानते हो। 10 വാക്തത്വം ഒരു പക്ഷെ നിന്റെ മേലില്ലെങ്കിൽ ഒരു പലക കഷ്ണം അല്ലെങ്കിൽ ഒരു വാക്തത്വമേലും നിന്റെ മേലുണ്ടോ? हो सकता है कि 10 वायदे आपके जीवन में ना हो, मगर कम से कम क्या एक वायदा आपके जीवन में प्रभु की ओर से मिला है। അതിലേക്കൊന്ന് മുറുകെ പിടിക്കുക. उस वायदों को पकड़ लो। ദൈവം നിന്റെ വാക്തത്വം നിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പോവുകയാണ്. परमेश्वर आपको और आपकी वायदाओं को आपके लक्ष्य में पहुंचाने जा रहा है। വാക്തത്വം നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ്. आपके वायदाएं आपके प्राण को मृत्यु में से बचाने जा रहा है। വാക്തത്വം നിന്നെ കണ്ണിനെ കണ്ണുനീരിന്ന് വിടുവിക്കാൻ പോവുകയാണ്. आपके जीवन के वायदाएं आपकी आंखों को आंसू से बचाने जा रहा है। ഞാൻ ഈ രാവിലെ ഇത് ഞാൻ പറയുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നു. जब मैं ये सुबह वचनों को बोल रहा हूं, परमेश्वर की आत्मा दिखा रही है। ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ വാക്തത്വങ്ങളിൽ പിടിച്ച് ലക്ഷ്യത്തിലെത്തി രക്ഷപ്പെടാൻ പോവുകയാണ്. कुछ परिवार, कुछ व्यक्ति लोग अपने वायदाओं को पकड़कर अपने लक्ष्य में पहुंचकर वो बचने जा रहे हैं। വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. विश्वास करने वाले लोग परमेश्वर की स्तुति करे प्रियो। അവര് മാൾട്ടയിൽ മെലിത്ത ദ്വീപിൽ അവരെത്തി. वे लोग इस प्रकार माल्टा में पहुंच गए। ഈ ദിവസങ്ങളിൽ റോമിലേക്ക് പോകാൻ പോയവരാ. देखो, वे लोग रोम के लिए निकले थे, അവരുടെ പദ്ധതി ഇല്ലാത്ത മാൾട്ടയിൽ ദൈവം കൊണ്ടുവെത്തി. मगर उनकी योजना में या उनके प्लान में जो नहीं था, उस माल्टा में परमेश्वर ने उन्हें पहुंचा दिया। ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രതീക്ഷ തെറ്റിച്ച് ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നുണ്ടെങ്കിൽ, और इन दिनों में आपकी उम्मीदों को हालेलुया पार करते हुए कोई प्रतिकूल अनुभव आपके जीवन में यदि आ रहा है, നിങ്ങൾ ദൈവത്തിന്റെ ചില പദ്ധതിയിൽപ്പെട്ടതിലേക്ക് നിങ്ങളെ മാറ്റാൻ പോകുകയാണെന്നാണ് ദൈവം ദൂത് പറയുന്നത്. और परमेश्वर की आत्मा यही संदेश आपको देना चाहता है कि तो आप समझ लेना कि परमेश्वर अपनी योजना में आपको लेकर जा रहा है। അതിൽ ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകുന്നു. परमेश्वर उस योजना में प्रभु आपको पहुंचाएगा। ഈ 10ാമത്തെ മാസം അത് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. इस 10वें महीने में जो लोग इस प्रकार विश्वास करते हैं, वे लोग परमेश्वर की स्तुति करें। ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ചിലരുടെ ലൈഫിനെ ദൈവം തിരിക്കാൻ പോകുന്നു. परमेश्वर की योजना की और परमेश्वर कुछ लोगों के जीवन को बदलने जा रहा है। അവർ ആ ദ്വീപിലെത്തി. वे लोग उस द्वीप में पहुंच गए അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ചു. और वहां के लोगों ने हालेलुया, वहां के निवासियों ने हम पर अनोखी कृपा दिखाई। അവിടുത്തെ ആ മെലിത്ത ദ്വീപിലെ ആദ്യം വസിച്ചവർ അല്ലെങ്കിൽ ആദ്യവാസികൾ എന്നൊക്കെ പറയുന്നവരെ ആദ്യം വസിച്ചവരാണ് അവിടെ ബർബരന്മാർ. देखो हालेलुया, उस माल्टा द्वीप में जो पहले के निवासी थे, वे थे बर्बर करके जो लोग हम बोलते हैं। അവിടുത്തെ ജനം അവരോട് അസാധാരണതയെ കാണിച്ചു. उन लोगों ने उन पर अनोखी कृपा की करके वचन कहता है। ആ മണ്ണിന്റെ ആൾക്കാരാണ്, और उस मिट्टी के या उस भूमि के लोग है वे। അത് ഒന്നുമല്ലാതെ കടന്നപ്പോൾ ആ ദേശത്ത് ആദ്യം കുടിയേറി പാർത്തവർ. और उस देश में जब कुछ भी नहीं था, तो वहां पर आकर वास किए वे लोग है वे। അവർ അസാധാരണതയെ കാണിച്ചു. उन्होंने इन लोगों पर असाधारण या अनोखी कृपा दिखाई। നിങ്ങൾക്കറിയാമോ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരാണ് അവർ അസാധാരണതയെ കാണിച്ചു. देखो, जिनका परमेश्वर के साथ कोई संबंध नहीं है, उन लोगों ने इन पर दया या कृपा दिखाई। ദിവസങ്ങൾ അങ്ങനെയുള്ളവരും ഈ ഭൂമിയുടെ മുകളിലില്ലേ? इन दिनों में हालेलुया ऐसे लोग भी तो इस दुनिया में हैं। ഒരുപക്ഷെ അവർ ജീവനുള്ള ദൈവത്തെ അറിയുന്നവരല്ലായിരിക്കാം. हो सकता है कि वे जीवित परमेश्वर को नहीं जानते होंगे। ഒരുപക്ഷെ അവർ ക്രിസ്ത്യാനികൾ പോലും അല്ലായിരിക്കാം. हो सकता है कि वे लोग मसीह भी नहीं होंगे, പക്ഷെ ദയ കാണിക്കുന്നവരെ നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുണ്ട്. मगर दया करने वाले, कृपा करने वाले लोगों को भी हमने इस दुनिया में देखा है। പൗലോസിനും തന്റെ കൂടെ വന്നവരോടും അവർ അസാധാരണതയെ കാണിച്ചു. पौलुस और उसके साथ आए हुए लोगों पर उन्होंने हालेलुया अनोखी कृपा दिखाई। ഇന്ന് ഈ രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, आज इस सुबह प्रार्थना में जुड़े हुए परमेश्वर के लोगों, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചിലരോട് ദയ കാണിക്കാൻ കഴിയുന്നുണ്ടോ?
क्या आप भी इन दिनों में कुछ लोगों पर दया कर पा रहे हो, कृपा कर पा रहे हो? ദൈവം ഉണ്ടെന്ന് പോലും അറിയാത്തവർ, जो लोग परमेश्वर है या नहीं इस बात को भी नहीं जानते हैं, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തവർ, जो लोग सच्चे परमेश्वर को नहीं समझ सकते हैं, അവരാണ് അസാധാരണ ദയ കാണിച്ചത്. उन लोगों ने ऐसे इन लोगों पर एक अनोखी कृपा दिखाई. അവർക്കറിയാം ഇവരെവിടെയോ കപ്പല് തകർന്നിട്ട് തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന കടലിലൂടെ നീന്തി കരയ്ക്ക് കയറിയവരാണ്. देखो हालेलुया, वहां के निवासी लोग जानते थे ये जहाज इनका कहीं ना कहीं टूटा है और वो लोग उस ठंडे पानी में से बचकर यहाँ पर निकले हैं. അവര് തീ കത്തിച്ച് അവരെ അവിടെ സ്വീകരിച്ചു. देखो वचन कहता है कि उन्होंने वहां पर आग लगाकर उनका स्वीकार किया. പ്രിയരെ, തണുക്കുന്നവർക്ക് ആവശ്യം ചൂടല്ലേ? देखो जिनको ठंड लगती है उनके जीवन में एक गर्माहट की जरूरत होती है, അപ്പൊ അവർക്ക് എന്താണ് ആവശ്യം അത് കാണിച്ച് അസാധാരണ ദയ കാണിച്ചു. और उनके जीवन में क्या जरूरत थी उस जरूरत को पूरा करते हुए उन पर अनोखी दया और कृपा दिखाई. ദിവസങ്ങളിൽ അവർക്ക് ദൈവത്തെ അറിയത്തില്ലെങ്കിലും, और इन दिनों में हो सकता है कि वे लोग परमेश्वर को नहीं भी जानते होंगे, അവര് ദൈവമായിട്ട് ബന്ധമില്ലാത്തവരാണെങ്കിൽ, या फिर परमेश्वर के साथ उनका कोई संबंध भी नहीं होगा, അവർ നല്ല ഒരു മനസ്സിന്റെ ഉടമകളായിരുന്നു. मगर वे एक अच्छे मन के हालेलुया अधिकारी थे. ഈ ദിവസങ്ങളിൽ ദൈവത്തെ അറിയാവുന്ന നമ്മൾ, और इन दिनों में जो हम लोग परमेश्वर को जो जानते हैं, ഈ ദിവസങ്ങളിൽ അല്ലെ എത്രയധികം മറ്റുള്ളവരോട് ദയ കാണിക്കേണ്ടവരാണ്. हमें भी कितना अधिक दूसरे लोगों पर दया करनी है. ദൈവത്തെ അറിയാത്ത ബർബരന്മാർ ആ കടലിലൂടെ നീന്തി വന്നവരെ ചൂട് ഉള്ള തീ കത്തിച്ച് ദയ കാണിച്ചെങ്കിൽ ദൈവത്തെ അറിയാത്ത നമ്മൾ എത്രയോ ദയ കാണിക്കേണ്ടവരാണ്. देखो उस देश के निवासियों ने हालेलुया उस हालेलुया जहाज में टूटे हुए जहाज से बचकर निकले हुए लोगों पर अगर दया की है तो हालेलुया हमें कितना अधिक लोगों पर दया करना है. അതുകൊണ്ട് ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ, इसलिए इस प्रेयर लाइन में ज्वाइन किए हुए परमेश्वर के लोगों, ഒത്തിരി രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാരുണ്ടല്ലോ. अनेक राष्ट्रों में से, भारत के अनेक जगहों में से हालेलुया अनेक लोग इस प्रार्थना में जुड़े हुए हैं. ദൈവമില്ലാത്തവർ മറ്റുള്ളവരോട് ദയ കാണിക്കുന്നുണ്ടെങ്കിൽ, अगर बिना परमेश्वर के साथ जीने वाले लोग दूसरों पर दया करते हैं, ദൈവമുള്ള നിങ്ങൾ നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കട്ടെ. तो आपके पास जो परमेश्वर है, आप जो परमेश्वर को जानते हो, आपके अंदर भी एक अच्छा हृदय होने पाए. അവർ തണുപ്പിന് അവർക്ക് ചൂട് ആവശ്യമായതുകൊണ്ട് അത് തന്നെ കൊടുത്തു. उन लोगों के जीवन में उस ठंडे अनुभव में गर्माहट की जरूरत, इसलिए उन्होंने वो ही दिया. അതിന്റെ അർത്ഥം ജനത്തിന്റെ ആവശ്യം എന്താണോ അതനുസരിച്ച് ദയുള്ള ഒരു മനസ്സായി നിങ്ങളുടെ മനസ്സ് മാറട്ടെ. इसका मतलब है हालेलुया लोगों की क्या जरूरत है, उन जरूरतों के अनुसार आपका हृदय भी बदलने पाए. മൂന്നാമത്തെ വാക്യം, तीसरा पद, പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ देखो जब पौलुस ने लकड़ियों को गट्टा बटोर कर आग पर रखा, ഒരു അണലി ചൂട് നിമിത്തം പുറത്തു ചാടി അവന്റെ കൈമേൽ ചുറ്റി. एक सांप आंच पाकर निकला और उसके हाथ से लिपट गया. പൗലോസിന്റെ പ്രത്യേകത കണ്ടില്ലേ? पौलुस की खासियत यहाँ पर देख सकते हैं. അദ്ദേഹം തീയെ കെടുത്തുന്ന ആളല്ലായിരുന്നു, തീയെ കത്തിക്കുന്ന ആളായിരുന്നു. देखो वो आग को बुझाने वाला व्यक्ति नहीं मगर आग को लगाने वाला व्यक्ति है. ഈ പ്രയർ ലൈനിൽ ജോയിൻ ചെയ്ത ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, इस प्रेयर लाइन में ज्वाइन किए हुए लोगों से मैं कहना चाहता हूँ, നിങ്ങൾക്കൊരു തീ കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർ അകത്ത് കത്തുന്ന തീയെ നമ്മൾ കെടുത്തുന്നവരാകരുത്. और आप कम से कम दूसरों के जीवन में आग लगा नहीं सकते हो तो कम से कम उनके अंदर लगे हुए आग को बुझाने की कोशिश ना करें. പൗലോസ് തീ കത്തിക്കുന്ന ഒരാളായിരുന്നു. पौलुस आग जलाने वाले एक व्यक्ति थे. ദിവസങ്ങളിൽ നിങ്ങൾ ആരും ആയിക്കോട്ടെ, इन दिनों में आप कोई भी क्यों ना हो, നിങ്ങൾ ഒന്നിനെ കെടുത്തിക്കളയുന്നവരായി മാറില്ല. आप किसी को भी बुझाने वाले ना होने पाए, മറ്റൊരാളുടെ വിശ്വാസത്തെ കെടുത്തുന്നവരാകല്ലേ. दूसरे के विश्वास को बुझाने वाले ना हो, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ മേലുള്ള സമാധാനത്തെ കെടുത്തിക്കളയുന്നവരാകരുത്. दूसरों के हालेलुया शांति को बुझाने वाले ना होने पाए. നിങ്ങൾ മറ്റുള്ളവരുടെ അകത്തുള്ള ദൈവിക തീയെ കത്തിക്കുന്നവരാകട്ടെ. आप दूसरों के हृदय में हालेलुया परमेश्वर की आग को जलाने वाले होने पाए. അതുകൊണ്ട് അല്ലേലൂയ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കെടുത്തുന്ന ആളല്ലായിരുന്നു, അദ്ദേഹം കത്തിക്കുന്ന ആളായിരുന്നു. पौलुस के जीवन की खासियत को भी हम देखते हैं कि वो बुझाने वाला नहीं मगर आग को लगाने वाला एक व्यक्ति था. ഇന്ന് ലോകം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചാൽ आज पूरी दुनिया में जब हम देखते हैं, കത്തിക്കുന്നവരെക്കാൾ കൂടുതൽ കെടുത്തുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. जलाने वालों से ज्यादा बुझाने वालों को हम इस दुनिया में देख सकते हैं. പക്ഷേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു പാഠമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കെടുത്തരുത്. मगर आज इस प्रेयर लाइन में ज्वाइन किए हुए लोगों से मैं कहना चाहता हूं, यदि आप जलाना नहीं जानते होंगे मगर कम से कम बुझाने की कोशिश ना करें. ഹല്ലേലൂയ. हालेलुया, നിങ്ങൾക്ക് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. परमेश्वर आपकी सहायता करे. പൗലോസ് കണ്ടോ, അവര് കത്തിച്ച തീയെ കെടുത്തിയില്ല.
और पौलुस को देखो, उन्होंने जो आग लगाई थी उसको बुझाया नहीं। ആ തീ കെട്ടുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് ചെന്ന് വിറക് പറക്കി ഇട്ടുകൊണ്ടിരുന്നു. जब वो आग बुझने जा रही थी उस समय हालेलुया पौलुस ने जाकर और भी लकड़ियां बीनकर उसमें डाल दी। എവിടെയെങ്കിലും ഒരു ആത്മീയ തീ കെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ അല്ലെ വിറക് പറക്കിയിടുക, നിങ്ങൾ ഉപവസിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ കത്തിക്കാൻ ശ്രമിക്കുക. और आप भी अगर अपनी आंखों के सामने हालेलुया आपकी आंखों के सामने कोई आग ऐसा बुझता हुआ, आत्मिक आग बुझता हुआ अगर आपको दिख रहा है तो आप उसमें लकड़ियां डाले, मतलब उपवास करे, प्रार्थना करे, जिस प्रकार आपसे हो सके उस आग को बनाए रखने की कोशिश करे। ഒരു വ്യക്തിയിൽ ഒരു കുടുംബത്തിൽ ആത്മീക തണുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പോയി പെട്ടെന്ന് അത് കെടുത്തല്ലേ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പൗലോസ് വിറക് കൊണ്ട് പറക്കി അതിനെ പിന്നെയും കത്തിക്കാൻ ശ്രമിച്ചതുപോലെ നിങ്ങൾ അതിനെ കത്തിക്കുക. और किसी के हालेलुया आत्मिक जीवन में हालेलुया उनका आत्मिक जीवन अगर ठंडा होते हुए या फिर आग बुझते हुए अनुभव में अगर आप देखते हो तो उसकी बुझाने की कोशिश ना करें, मगर उसमें लकड़ियों को डालकर उस आग को बनाए रखने के लिए आप जिस प्रकार पौलुस ने किया वैसे आप भी परिश्रम करें। प्रियो, പൗലോസ് കണ്ടു ആ തീ കെട്ടുകൊണ്ടിരിക്കുന്നത്. पौलुस देख रहा था कि वो आग बुझ रही है। താൻ കുറെ വിറകോടെ പിറക്കി അതിന്റെ അകത്തിട്ടു. उन्होंने और लकड़ियां बीन कर उस आग में डाल दिया। പ്രിയരെ, ഒരു വിറക് ഇട്ടുകൊണ്ടതുകൊണ്ട് അതിന്റെ അകത്തുള്ളത് ഒന്ന് വെളി വരണമെന്നില്ല. प्रियो, एक आग लकड़ी डालने से जरूरी नहीं है कि उसके अंदर जो छुपा है वो बाहर निकले। രണ്ട് വിറക് ഇട്ടുകൊണ്ടതുകൊണ്ട് അകത്തുള്ളത് കത്തണമെന്ന് വെളി വരണമെന്നില്ല. दो लकड़ी डालने से जरूरी नहीं है कि उसके अंदर छुपी हुई बातें बाहर निकले। ഞാൻ വായിക്കുന്ന ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പൗലോസ് ഇട്ടുകൊണ്ടിരുന്നു. मैं जिस बाइबल को पढ़ता हूं उसमें अनुवाद इस प्रकार लिखा है कि पौलुस लकड़ियों को डालता ही गया। അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ചില വിഷയത്തിന് മറുപടി ഉണ്ടാകണമെന്നില്ല. देखो, आपके केवल एक प्रार्थना से जरूरी नहीं है कि हर एक प्रार्थनाओं का उत्तर आपको मिल जाए, ഒരു 3 ദിവസത്തെ ഉപവാസം കൊണ്ട് ചിലത് നടക്കണമെന്നില്ല. या फिर 3 दिन के उपवास में भी आपके जीवनों का उत्तर मिल जाए, ऐसे कोई जरूरी नहीं है। വിറക് ഇട്ടുകൊണ്ടിരിക്കുക, मगर इन लकड़ियों को आप डालते ही रहो, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, बिना थके बिना रुके निरंतर प्रार्थना करते ही रहो, മറക്കാതെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക, निरंतर बाइबल पढ़ते ही रहो, മടുത്തു പോകാതെ ഉപവസിച്ചുകൊണ്ടിരിക്കുക. निरंतर उपवास करते ही रहो। എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതിന്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന നന്മയ്ക്ക് തടസ്സമായി മറിഞ്ഞിരിക്കുന്ന വിഷയം ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങളാണ്. देखो फिर वहां पर क्या होगा प्रियो, उसके अंदर भलाई के विरोध में छुपी हुई आशीषों को हालेलुया, भलाई के विरोध में छुपी हुई हालेलुया अंधकार की शक्तियों को परमेश्वर बाहर निकालेगा। ബൈബിൾ പറയുന്നു അല്ലയ, ഒന്ന് അതിന്റെ ചൂട് നിമിത്തം അതിന്റെ അകത്തുനിന്ന് ചാടി. वहां पर वचन इस प्रकार कहता है कि आग की उस हालेलुया आंच पाकर उसके अंदर से वो सांप निकला। ഈ പ്രയർ ലൈനിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പറയട്ടെ, ഒന്നും മടക്കാതെ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. और इस प्रेयर लाइन में जुड़े हुए लोगों से मैं कहना चाहता हूं, आप निरंतर प्रार्थना करते ही रहे, മടക്കാതെ ദൈവത്തോട് ചേർന്ന് ഇരിക്കുക. निरंतर परमेश्वर के साथ आप बने रहे, ആ ചൂടിനെ വർദ്ധിപ്പിക്കുക. अपनी गर्माहट को बढ़ाते ही जाएं। പൗലോസ് വിറകിട്ടുകൊണ്ടിരുന്നപ്പോൾ ചൂട് വർദ്ധിക്കാൻ തുടങ്ങി, തീ കത്താൻ തുടങ്ങി. पौलुस जब लकड़ियां डाल ही रहा था तब आग बढ़ता ही गया, उसकी गर्माहट बढ़ती गई। അതിന്റെ അകത്ത് ആ പാമ്പിനെ മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. उसके बाद वो सांप उस आग के अंदर छुप नहीं पाया। വ്യക്തികളുടെ നന്മയ്ക്ക്, കുടുംബങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏത് വിഷയമായിക്കട്ടെ, നീ മടുക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ ചൂട് നിമിത്തം ഈ ദിവസങ്ങളിൽ ചിലത് വെളിയിൽ വരും. നിനക്ക് വലിയ വിടുതലും ഉണ്ടാകാൻ പോകും. देखो, व्यक्तियों के जीवन में, परिवारों के जीवन में, आशीषों के विरोध में छुपी हुई हर एक वस्तुएं निरंतर अगर आप प्रार्थना करते ही रहेंगे तो वो विषय बाहर निकलेंगी और आपको छुटकारा मिलेगा। 4ാമത്തെ വാക്യം, 4वां पद, അത് അവന്റെ കൈമേൽ തൂങ്ങുന്നത് കണ്ടു. देखो उसके हाथ में लटकते हुए उसने देखा। ഒരിക്കൽ പോലും ആ പാമ്പ് പൗലോസിന്റെ കയ്യിൽ കുത്തിയിട്ടില്ല. कभी भी उस सांप ने पौलुस के हाथ में डसा नहीं है, അത് ചുറ്റിയിട്ടേ ഉള്ളൂ. केवल अभी उसके हाथ में लिपटा है। കൊത്തുക എന്ന് പറഞ്ഞാൽ വേറൊരു ആശയം, ചുറ്റുക എന്ന് പറഞ്ഞ മറ്റൊരു ആശയമാണ്. देखो, डसना उसका अलग अर्थ है, लिपटना उसका अलग अर्थ है। ദിവസങ്ങളിൽ പൗലോസിനെ ഒത്തിരി പേരെ കൊത്തിയ പാമ്പായിരിക്കാം. और हो सकता है कि इस सांप ने पहले बहुत सारे लोगों को डसा होगा, പക്ഷെ അത് പൗലോസിന്റെ കയ്യിൽ ചുറ്റി. मगर अब पौलुस के हाथ में ये लिपटा हुआ है। അഭിഷക്ത പൗലോസെ, എന്താ ഒത്തിരി പേരെ കുത്തിയ പാമ്പ് നിന്റെ കാലിൽ എന്താ, നിന്റെ കയ്യിൽ എന്താ അത് ചുറ്റിയത്? है पौलुस, है परमेश्वर के अभिषक्त दास, अनेकों लोगों को डसा हुआ ये सांप अब तेरे हाथ में केवल लिपटा क्यों है, तुझे डसा क्यों नहीं? പൗലോസ് പറയും, ഇതിന്റെ തലയെ എന്റെ നാഥൻ തകർത്തത്. पौलुस इस प्रकार बोल सकता है कि इसके सर को मेरे मालिक ने कुचल दिया है। ഒത്തിരി ദൈവമില്ലാത്തവരുടെ ജീവിതത്തെ തകർത്ത പിശാചായിരിക്കാം. और अनेक लोग जिनके जीवन में परमेश्वर नहीं है, हो सकता है कि सांप ने उनके जीवन को नाश किया होगा, എന്നെ തകർക്കത്തില്ല.
मगर वो ये सांप मुझे नाश नहीं कर सकता, കാര്യം എനിക്കൊരു വെളിപ്പാടുണ്ട്, ഇതിനെ എന്റെ നാഥൻ തകർത്തു കളഞ്ഞു ചില വർഷങ്ങൾക്ക് പിന്നിൽ. क्योंकि मेरे अंदर एक प्रकाशन है कि कुछ साल पहले मेरे मालिक ने, यीशु मसीह ने काल्वरी क्रूस पर उसके सर को कुचल दिया है, ഇതിന്റെ തലയെ തകർത്തതാണ്. इसके सर को कुचल दिया है, അതുകൊണ്ട് ഇതിന് കൊത്താൻ പറ്റത്തില്ല, इसलिए अब मुझे ये डस नहीं सकता, ഇതിന് ചുറ്റാനേ പറ്റത്തുള്ളൂ. ये केवल लिपट सकता है। ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, आज दुनिया के विभिन्न भागों से सुनने वाले परमेश्वर के प्रियो, നിങ്ങൾ വിശ്വസിക്കുക, ഇന്നലകളിൽ പലരെയും കൊത്തി തകർത്ത പിശാച് നിന്നെ തകർക്കത്തില്ല. आप लोग विश्वास करें कि कल तक हालेलुया अनेकों को डस कर खत्म किया हुआ ये सांप, ये आज आपको डस नहीं सकता है। ഒരുപക്ഷെ ചുറ്റുമായിരിക്കാം, പക്ഷെ കൊത്തത്തില്ല. हो सकता है कि आप में लिपट जाए मगर वो आपको डसेगा नहीं, 2000 വർഷം മുമ്പ് അവന്റെ തലയെ തകർത്ത നാഥൻ നിന്റെ കൂടെയുണ്ട്. क्योंकि 2000 साल पहले इस आपके सर को कुचला हुआ परमेश्वर, वो मालिक आज आपके साथ है प्रियो। പക്ഷെ ചുറ്റിയതിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി ദൈവം ചെയ്യും. देखो, अगर लिपटा है तो उसके ऊपर भी परमेश्वर अपने कामों को करेगा। പലരുടെ ആത്മീയ ജീവിതം പിശാച് ചുറ്റി വെച്ചിരിക്കുക. अनेक लोगों के आत्मिक जीवन को शैतान ने लपेट रखा है, അതുകൊണ്ട് പാടാനോ പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഒന്നും പറ്റുന്നില്ല. इसलिए ना तो गीत गा सकते हैं, आराधना कर सकते हैं, ना ही प्रार्थना वो कर पा रहे हैं। പക്ഷേ നിങ്ങളോട് ഞാൻ അടുത്തൊരു ദൂത് പറയട്ടെ. मगर अगला एक वाणी मैं आप लोगों से कहना चाहता हूँ। 5-ാമത്തെ വാക്യം പറയുന്നു, അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. 5वां पद कहता है कि वह उसने उसको झाड़ दिया। ഈ ദിവസങ്ങളിൽ അഭിഷേകമുള്ള നീ ചിലതിനെ കുടഞ്ഞു കളയട്ടെ. देखो हालेलुया, आपने जो परमेश्वर का अभिषेक पाया है, आप उसको आत्मा में झटक दे, झाड़ दे। ഈ ദിവസങ്ങളിൽ അതിന് നിന്നെ കൊത്താൻ പറ്റത്തില്ല കേട്ടോ. और इन दिनों में वो आपको डस नहीं सकता है प्रियो, കാര്യം കൊത്താൻ പറ്റാത്തതിന്റെ കാര്യം ഒരു വെളിപ്പാട് നിന്റെ മേലുണ്ട്. क्योंकि वो इसलिए डस नहीं सकता क्योंकि आपके अंदर एक प्रकाशन है। അവന്റെ തല നീ യേശു തകർത്തതാ. वो प्रकाशन ये है कि उसके सर को यीशु ने कुचल दिया है। പക്ഷേ ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ എല്ലാം തകർത്ത് കളഞ്ഞു ഈ പാമ്പ്. मगर जिनका परमेश्वर के साथ कोई संबंध नहीं है, उन लोगों को तो इस सांप ने खत्म कर दिया പക്ഷേ है। നിന്നെ കൊത്തിയിട്ടില്ല, പക്ഷെ നിന്നെ ചുറ്റിയിട്ടുണ്ട്. मगर आपको डसा नहीं है, मगर आप पर लिपटा है। ചിലരുടെ ആത്മീയ ജീവിതം പിശാച് ചുറ്റി വെച്ചിരിക്കുക, വളർച്ചയില്ല. कुछ लोगों के आत्मिक जीवन को शैतान ने लपेट रखा है, उसमें बढ़ोतरी नहीं है। ചിലരുടെ ഭൗതിക വളർച്ചകളെ സാത്താൻ തടഞ്ഞിരിക്കുക, ചിലത് ചുറ്റിയിരിക്കുക അതിന്റെ അകത്ത്. कुछ लोगों के भौतिक आशीषों को शैतान ने रोक रखा है, क्योंकि उसमें वो लपेट चुका है। ശരീരത്തിന്റെ അകത്ത് വേണ്ടത്ര സുഖമില്ല, സാത്താൻ അതിൽ ചുറ്റിയിരിക്കുക. कुछ लोगों के शरीर में चंगाई नहीं है, क्योंकि शैतान ने उसको लपेट रखा है। 5-ാമത്തെ വാക്യം പറയുന്നു, അവൻ അതിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. 5वें पद में लिखा है कि उसने उसको आग में झटक दिया। ഈ രാവിലെ ആത്മാവിൽ പ്രാർത്ഥന എന്ന യാഗം കത്തുക, ഒരു തീ കത്തുക, ചിലതിനെ ദൈവമക്കൾ കുടഞ്ഞു കളയട്ടെ. इन दिनों में हालेलुया सुबह के समय हालेलुया प्रार्थना रूपी वो आग जल रही है, आप उसमें कुछ चीजों को झटक दो। ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും എല്ലാത്തിനും കുടഞ്ഞു കളക യേശുവിന്റെ നാമത്തിൽ. शुगर हो, प्रेशर हो, जो कोई बीमारी हो, यीशु के नाम में आप उस आग में झटक दो। തലമുടി തൊട്ട് കാല് വരെ എന്തെല്ലാം അസ്വസ്ഥ നിന്റെ ദേഹത്തിലുള്ളത് അതിനെ കുടഞ്ഞു കളയുക. अपने सर से लेकर पांव तक जो भी कमजोरियां हैं, सब कुछ उस आग में झटक दो। ആദാമിനെ ഹവ്വയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ യാതൊരു രോഗത്തോടു കൂടെയല്ല സൃഷ്ടിച്ചത്. आदम और हव्वा को जो परमेश्वर ने बनाया था, कोई बीमारी के साथ नहीं जो उनको बनाया। പാപത്തിന്റെ പരിണത ഫലമായി ഇതെല്ലാം ഭൂമിയിൽ വന്നെങ്കിൽ, मगर पाप के फलस्वरूप ये सब कुछ इस पृथ्वी में अगर आया है, ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയുന്നു, परमेश्वर के लोगों से मैं कहता हूँ, ചിലതിനെ കുടഞ്ഞു കളക. आप उन चीजों को झटक दो, ചിലതിനെ കുടഞ്ഞു കളക യേശുവിന്റെ कुछ നാമത്തിൽ. चीजों को यीशु के नाम में झाड़ दो। നമ്മുടെ മുടി തൊട്ട് കാല് വരെയുള്ള ഓരോ രോഗത്തിന്റെ പിന്നിലും പൈശാചിക സ്വാധീനമുണ്ട്. हमारे सर से लेकर पांव तक जो भी बीमारी है, उसके पीछे शैतान का एक अधिका स्वाधीनता है। കുടഞ്ഞു കളയട്ടെ ദൈവത്തിന്റെ മക്കൾ. परमेश्वर के लोग उन सबको झटक दे। ഹല്ലേലൂയ. ഒരു ദോഷവും അവന് പറ്റിയില്ല. देखो, उसके जीवन में कोई हानि नहीं हुई। 6-ാമത്തെ വാക്യം, 6वां पद, ചിലർ കാത്തു നിന്നു. कुछ लोग बाट जोते रहे। അപ്പോൾ അല്ലെ പൗലോസിനെ കടിച്ചത് ചുറ്റിയത് പാമ്പാണെന്നാ പറയുന്നത്. और कहा जाता है कि पौलुस को उस सांप ने लपेटा था, പക്ഷെ അവര് തന്നെ പറയുന്നുണ്ട് അതൊരു നീതി ദേവിയാണ്. मगर वे लोग ये कहते हैं कि ये देखो हालेलुया धर्म की देवी है, പക്ഷെ അദ്ദേഹം അതിനെ കുടഞ്ഞു കളഞ്ഞു. मगर उन्होंने उसको झटक दिया। പക്ഷെ ഞാൻ ചില വർഷങ്ങൾക്ക് പിന്നിൽ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോ, कुछ साल पहले जब मैंने गूगल में सर्च किया था, ഇപ്പോൾ കാണുമായിരിക്കാം, പക്ഷെ മാൾട്ടയിൽ ഇല്ലാത്ത പാമ്പുകൾ ഒത്തിരി ഉണ്ട്. देखो माल्टा में काफी सारे सांप है, പക്ഷെ അണലി വിവാദത്തിൽപ്പെട്ട ഒരു പാമ്പും അവിടെ ഇല്ല. मगर हालेलुया अजगर उस प्रकार के कोई भी सांप वहां पर नहीं है। അണലി എന്ന് പറയുന്ന ഇതിനോട് ബന്ധപ്പെട്ട यस, अजगर उसके संबंध में जो भी सांप है, उस प्रकार का एक हालेलुया सांप वहां नहीं है। കാര്യം അഭിഷക്തൻ ഒന്നിനെ കുടഞ്ഞു കളഞ്ഞാൽ ചിലത് ദേശം വിട്ടു പോകും.
क्योंकि अगर अभिषक्त अगर किसी चीज को झाड़ देते हैं, उसको झटक देते हैं, फिर वो देश में फिर नहीं दिखेगा प्रियो। ഇന്ന് ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിക്കണം പ്രിയരെ. आज परमेश्वर के लोगों आप ध्यान से सुनिएगा। 6ാമത്തെ വാക്യം, അവൻ മരിക്കുന്ന കാണാൻ ചിലർ കാത്തുനിന്നു. 6वें पद में लिखा है कि उसके मृत्यु के इंतजार में लोग इंतजार देखते रहे। നിന്റെ ജീവിതത്തിന്റെ ഓരോ അധപ്പതനം കാണാൻ കാത്തു നിൽക്കുന്ന ഒത്തിരി പേർ വീട്ടിൽ കാണാം, ഓഫീസിൽ കാണാം, നാട്ടിൽ കാണാം. तेरे जीवन के नाश विनाश को देखने के लिए तेरे घर में, तेरे ऑफिस में, देश में हालेलुया अनेक लोग होंगे। പ്രാർത്ഥിക്കുന്നവർ പറയണം, കാത്തു നിന്ന് കാല് കിഴക്കത്തേ ഉള്ളൂ, നമുക്കൊന്നും സംഭവിക്കത്തില്ല. मगर प्रार्थना करने वाले लोगों आप हिम्मत के साथ बोले कि तुम देखते ही रह जाओगे, मगर मेरे जीवन में कुछ नहीं होगा। അവരെ ഒത്തിരി കാത്തു നിന്നു, ഇവൻ എന്തേലുമൊക്കെ സംഭവിക്കും. उन्होंने बहुत इंतजार किया कि इसके जीवन में क्या होगा। ഒരിക്കൽ മിരിയാമും കാത്തു നിന്നു, മോശയുടെ ആ നയൽ നദിയിൽ തകർന്നു പോകുന്നു എന്ന് കാണാൻ. एक दिन हालेलुया मिरियाम भी उस मूसा को हालेलुया देखते ही खड़ी रही कि अब ये इस नील नदी में मरने वाला है। പക്ഷെ മോശ മരിച്ചൊന്നുമില്ല, മോശയെ കൊട്ടാരത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. मगर मूसा मरा नहीं, वो उस राजमहल में परमेश्वर ने उसको पहुंचा दिया। ദൂതിത കാത്തു നിൽക്കുന്നവർ ആഗ്രഹിക്കുന്ന ഒന്നും നിന്റെ മേൽ നടക്കത്തില്ല. आपके जीवन में वाणी यही है प्रियो, आपके जीवन के विरुद्ध जो लोग देखकर खड़े हैं वो आपके लिए कुछ भी हानि नहीं होगा। പൗലോസിനെയും 6ാമത്തെ വാക്യത്തിൽ ചിലർ കാത്തു നിന്നു ഒന്ന് മരിച്ചു വീഴുന്ന കാണാൻ. 6वें पद में पौलुस के ऊपर भी लोग देखते ही रहे कि वो मरने जा रहा है। നീ തകരുന്നത്, നിന്റെ കുടുംബം തകരുന്നത്, നിന്റെ സഭ തകരുന്നത്, ദേശത്ത് നീ ഒരു പ്രാന്തനെ പോലെ നടക്കുന്നത്, നീ ഇല്ലാതാകുന്നത് കാണാൻ ഒത്തിരി കണ്ണുകൾക്ക് ഇഷ്ടമായിരിക്കാം. और तेरे परिवार के और तेरी कलीसिया के लिए हालेलुया नाश विनाश हो, इस प्रकार अनेक लोग देखना पसंद करते होंगे। പക്ഷേ ആ കാത്തു നിൽക്കുന്നവർ വെറുതെ നിൽക്കത്തുള്ളൂ, ഒരാപത്തും ഭവിക്കത്തില്ല. मगर जो लोग खड़े हैं वे लोग ऐवी खड़े होंगे, खड़े ही रहेंगे, क्योंकि आपके जीवन में कोई विपत्ति नहीं होगी। 6ാമത്തെ വാക്യത്തിൽ 2ാമത്തെ ദൂത് മനസ്സുമാറിയവരുടെ. और 6वें अध्याय 6वें पद में दूसरा संदेश ये है कि उन लोगों का हृदय बदल गया। എന്നോട് ദൈവാത്മ പറയുന്നു, നിന്റെ കുടുംബത്തിലുള്ള ചിലരുടെ മനസ്സ് മാറാൻ പോകുക. देखो यहाँ पर परमेश्वर की आत्मा मुझसे कह रही है कि आपके घर में कुछ लोगों का विचार आपके प्रति बदलने जा रहा है। ഈ ദിവസങ്ങളിൽ നിന്നോട് മനസ്സ് വല്ലാതെ വെച്ചിരിക്കുന്ന ചിലർ, और आपके विरोध में जिन्होंने सोच रखा है, विचार कर रखा है, മനസ്സ് മാറാൻ പോകുക. मगर उन लोगों के विचार इन दिनों में बदलने जा रहे हैं। വീട്ടിൽ ചിലരുടെ മനസ്സ് മാറാൻ പോകുക. आपके घर के अंदर कुछ लोगों के विचार बदलने जा रहे हैं। നാട്ടിൽ ചിലരുടെ മനസ്സ് മാറാൻ പോകുക. आपके देश में कुछ लोगों का विचार बदलने जा रहा है। സഭയ്ക്കകത്ത് ചിലരുടെ മനസ്സ് മാറാൻ പോകുക. कलीसिया में लोगों के विचार बदलने जा रहे हैं। എന്റെ ജോലി സ്ഥലത്ത് ചിലരുടെ മനസ്സ് മാറാൻ പോകുക. आपके दफ्तर में लोगों का विचार बदलने जा रहा है। മനസ്സ് മാറ്റുന്ന ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണും. यस, विचारों को बदलने वाले परमेश्वर के कामों को आप देखोगे। അടുത്ത 8ാമത്തെ വാക്യം തൊട്ട് പിന്നെ ദൈവപ്രവൃത്തി തുടങ്ങി. देखो 8वें पद से लेकर परमेश्वर के काम शुरू होते हुए हम देख सकते हैं। ബൈബിൾ പറയുന്നു, പുബ്ലിയാസ് എന്ന് പറയുന്ന അവിടുത്തെ പ്രമാണി ദൈവത്തിന്റെ മഹത്വം കണ്ടു. देखो 8वें पद में फिर हम देख सकते हैं पुबलियुस नाम का वहां का एक अधिकारी था, उसने परमेश्वर की महिमा को देखा। ആമേൻ. ദൈവപ്രവൃത്തി അവിടെ തുടങ്ങി. परमेश्वर के काम वहां पर शुरू हो चुके हैं। അപ്പോൾ കടലിൽ ഒരു വിടുതൽ കിട്ടി. समुद्र में तो एक छुटकारा मिला, കരയിലെ ഒരു ആപത്തിനെ ജയിച്ചു. और उस किनारे में भी एक विपत्ति से वो जीत गया। ദൈവമക്കളെ, ചില പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകും കേട്ടോ. परमेश्वर के लोगों शैतान के कामों को जब नाश कर देते हैं, उसके आगे को परमेश्वर की महिमा प्रकट होती है। ദിവസങ്ങളിൽ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. इन दिनों में आप बड़े सामर्थ्य के साथ प्रार्थना करें। എന്തൊക്കെ പ്രതികൂലങ്ങൾ പൗലോസ് സഹിച്ചു, पौलुस ने कितने ही प्रतिकूल अनुभवों का सामना किया, പക്ഷെ ദൈവപ്രവൃത്തി പിന്നീടുണ്ടായി. मगर आगे को परमेश्वर के काम होते हुए हम देख सकते हैं। അടുത്ത പറയുന്നു, അദ്ദേഹത്തിന്റെ അപ്പന് വലിയ പ്രയാസം, കിടപ്പിലായിരുന്നു. देखो हम वचन में इस प्रकार कहता है कि पुबलियुस का पिता जो है वो काफी बीमारी से ग्रस्त था। പൗലോസ് പ്രാർത്ഥിച്ചു സൗഖ്യം വരുത്തി എന്നൊരു പദം എഴുതിയിരിക്കുന്നു. वचन कहता है कि पौलुस ने प्रार्थना करके उसको चंगा किया, മലയാളത്തിൽ സൗഖ്യം വരുത്തിയെന്ന്. और मलयालम में लिखा है कि वो चंगाई को लेकर आया। ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്ക, സൗഖ്യം വരുത്തേണ്ടവരാണ് ദൈവമക്കൾ. देखो परमेश्वर के लोगों को हालेलुया चंगा करना है। 2000 വർഷം പിന്നിൽ നടന്ന കാൽവരിയിൽ നടന്ന സൗഖ്യത്തെ വിശ്വാസത്തോടെ പൗലോസ് അദ്ദേഹത്തിന്റെ മേൽ വരുത്തിയതാ. 2000 साल पहले कालवरी क्रूज पर जो चंगाई परमेश्वर ने दिया है, उस चंगाई को पौलुस इसके ऊपर ले आया। പ്രിയരെ, സൗഖ്യം വരുത്തേണ്ടതാ. चंगाई को लेकर आना है। 2000 വർഷം മുമ്പ് കാൽവറിയിലെല്ലാം നടന്നിട്ടുണ്ട്. 2000 साल पहले कालवरी क्रूज पर सब कुछ हुआ है, വിശ്വാസത്തോടെ നീ അത് എടുത്ത് അത് വരുത്തേണ്ടതാ ചില വ്യക്തികളിൽ. मगर कुछ व्यक्तियों के जीवन में आपको विश्वास के साथ आपको उसको लेकर उनको देना है। നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. सब लोग मिलकर प्रार्थना करें। പരിശുദ്ധാത്മാവേ, എല്ലാവരെയും സമർപ്പിക്കുന്നു. पवित्र आत्मा हर एक लोगों को समर्पित करते हैं। തന്ന സമയത്തിനായി സ്തോത്രം. दिए हुए समय के लिए धन्यवाद। കർത്താവേ, എല്ലാ അങ്ങയുടെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. आपके हर एक बच्चों को हम ब्लेस करते हैं। അനുഗ്രഹിക്കണമേ കർത്താവേ. आशीषित करे पिता। യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെല്ലാം ബ്ലസ് ചെയ്യും.
यीशु के नाम में मैं इन लोगों को आशीषित करता हूँ। കർത്താവിന്റെ കരം ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. परमेश्वर का हाथ इनके लिए काम कर रहा है, इसके लिए धन्यवाद करते हैं। ദൈവമേ ഈ സമയം ഇവരുടെ ലൈഫിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. परमेश्वर ये समय इन सबके जीवन में बड़े आशीष का कारण होने पाए। കർത്താവേ ഒരു പുതിയ അഭിഷേകത്താൽ ഇവരെ അനുഗ്രഹിക്കും. परमेश्वर के नए अभिषेक से सबों को आशीषित करे। കർത്താവേ ഇവരുടെ പ്ലാനിലില്ലാത്ത ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. परमेश्वर इनके प्लान्स में जो नहीं है ऐसे परमेश्वर की योजनाएं प्रकट होने के लिए मैं प्रार्थना करता हूँ। അതെ, മറഞ്ഞിരിക്കുന്ന സകലതിനെ വെളിപ്പെടുത്തി ജയിച്ച് അതിന്റെ അപ്പുറത്തുള്ള നന്മ അനുഭവിക്കാൻ ഞങ്ങളുടെ മക്കളെ സഹായിക്കും. परमेश्वर छुपे हुए हर एक बातों को हालेलुया जीत कर उसके आगे को जो आशीषें रखी हैं उसे पाने के लिए प्रभु आप सहायता करें। കർത്താവേ ഇവരുടെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ ഇവരെ കർത്താവേ ആദ്യം കൊലപാതകനെന്നും പിന്നെ ദേവനെന്നും വിളിപ്പിച്ച ദൈവപ്രവൃത്തി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. परमेश्वर हालेलुया इनके नाश विनाश के लिए जो लोग इंतजार कर रहे हैं, जो पहले उन्होंने खूनी जिसको कहा, उसके बाद वो धार्मिकता की देवी जिसको कहा, परमेश्वर उसके बाद परमेश्वर पर विश्वास करने के लिए सहायता किया। प्रभु ऐसे अनुभव होने पाए। എല്ലാ മഹത്വം അങ്ങേക്ക്. सारी महिमा आपको मिले യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में ആമേൻ. आमीन।